ലണ്ടൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം. കേന്ദ്രമന്ത്രിസഭയുടെ ശുപാർശയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് ശിവസേന സുപ്രീം കോടതിയിൽ. ഗവർണർ ജനാധിപത്യ മര്യാദകൾ അട്ടിമറിച്ചെന്ന് കോൺഗ്രസും NCPയും. മുഖ്യമന്ത്രി പദം പങ്കിടാൻ തയ്യാറായാൽ BJPയുമായി ഇനിയും ചർച്ചയാകാമെന്ന് ഉദ്ധവ് താക്കറെ. സംസ്ഥാനത്ത് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കില്ലെന്ന് സർക്കാർ. തീരുമാനം സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വാർഡുകളുടെ അതിർത്തി നിർണ്ണയിക്കും. മഞ്ചിക്കട്ടിയിൽ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന കേസിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത പോലീസുകാർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിക്കണം. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ ബന്ധുക്കൾക്ക് കോടതിയെ സമീപിക്കാം. 2 പേരുടെ മൃതദേഹം ഉപാധികളോടെ സംസ്കരിക്കാനും അനുമതി. പന്തീരങ്കാവ് UAPA കേസിൽ പ്രതികളുടെ മാവോയിസ്റ്റ് ബന്ധം സ്ഥിരീകരിച്ച് CPIM. അലനും താഹയ്ക്കുമെതിരെ നടപടിയുണ്ടായേക്കും. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചു. 5 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. ചെന്നൈ IITയിലെ മലയാളി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. ഫാത്തിമ ലത്തീഫിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അധ്യാപകനെതിരെ പരാമർശം. സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു. വാളയാർ കേസിൽ പുനർവിചാരണ ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ. കേസിൽ പ്രതികളെ വെറുതെ വിട്ട പാലക്കാട് പോക്സോ കോടതി വിധി റദ്ദാക്കണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും ഹർജിയിൽ ആവശ്യം. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടില്ല. കിഫ്ബിയിലെ ഓഡിറ്റിംഗിനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. പരിശോധനയ്ക്ക് തടസ്സമെന്തെന്ന് ധനമന്ത്രി വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. CAGക്ക് ഏത് പരിശോധനയും നടത്താമെന്ന് ഡോക്ടർ തോമസ് ഐസക്. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടു. കൂലിത്തല്ലുകാരെയും സാമൂഹ്യ വിരുദ്ധരെയും കൊണ്ട് ഇനി ശബരിമലയിൽ വരരുതെന്ന് O രാജഗോപാലിനോട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അയോധ്യ വിധി സ്വീകരിച്ചതുപോലെ ഈ വിധിയും 2 കൈയും നീട്ടി സ്വീകരിക്കണമെന്നും കടകംപള്ളി. ശബരിമലയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത് നിരീശ്വരവാദികളും മാവോയിസ്റ്റുകളും തീവ്രവാദ സ്വഭാവമുള്ളവരുമെന്ന് O രാജഗോപാൽ. അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ട M സ്വരാജ് MLAക്കെതിരെ പൊതുപ്രവർത്തകന്റെ പരാതി. പോസ്റ്റ് കോടതി വിധിയെ അവഹേളിക്കുന്നത്. സംഭവത്തിൽ പൊതുപ്രവർത്തകൻ അജികുമാർ അറ്റോർണി ജനറലിനെ സമീപിച്ചു. നാളെ മുതൽ സർവകലാശാല സ്തംഭിപ്പിച്ച് സമരം നടത്തുമെന്ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ. ക്യാമ്പസിനകത്ത് ആരെയും പ്രവേശിപ്പിക്കില്ല. ഫീസ് വർധനയടക്കമുള്ള വിഷയങ്ങളിൽ VC അന്തിമ തീരുമാനമെടുക്കാതെ പിന്മാറില്ലെന്ന നിലപാടിൽ വിദ്യാർത്ഥികൾ. LDFന്റെ K ശ്രീകുമാർ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ. ശ്രീകുമാറിന്റെ ജയം 35-നെതിരെ 42 വോട്ടുകൾക്ക്. തോൽപ്പിച്ചത് BJPയുടെ MR ഗോപനെ. 2ാം ഘട്ട വോട്ടെടുപ്പിൽ നിന്ന് UDF വിട്ടുനിന്നു. മരടിലെ കൂടുതൽ ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ച സർക്കാർ ഉത്തരവ്. 32 ഫ്ളാറ്റ് ഉടമകൾക്ക് 7,61,85,800 രൂപയാണ് നഷ്ടപരിഹാരം. സർക്കാർ നിയന്ത്രണം ബാധകമാവാതെ പണം അനുവദിക്കണമെന്ന് ധനവകുപ്പിന്റെ ഉത്തരവ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി വിശ്വാസ സംഗമവുമായി യാക്കോബായ സഭ. സെക്രട്ടേറിയറ്റിലെത്തി യാക്കോബായ സഭ വിശ്വാസികൾ. ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരം തുടരാൻ വിശ്വാസികളോട് സഭയുടെ ആഹ്വാനം. കൂടത്തായി കൊലപാതക പരമ്പരയിലെ ടോം തോമസ് വധക്കേസിൽ ജോളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കോഴിക്കോട് ജില്ലാ ജയിലിൽ. ആൽഫൈൻ വധക്കേസിൽ 2ാം പ്രതി MS മാത്യുവിന്റെ തെളിവെടുപ്പ് നടത്തി. KPCC ഭാരവാഹി പട്ടിക പുറത്തായത് നേതൃത്വം ഹൈക്കമാൻഡിന് കൈമാറിയ പട്ടിക. 8 വൈസ് പ്രസിഡന്റുമാരും 31 ജനറൽ സെക്രട്ടറിമാരും പട്ടികയിൽ. തമ്പാനൂർ രവിയും VD സതീശനും വർക്കിംഗ് പ്രസിഡന്റുമാരാകും. പട്ടിക തള്ളി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്തിൽ നടന്ന മോഷണത്തിലെ വിദേശബന്ധം അന്വേഷണ പരിധിയിൽ. വിക്രാന്തിൽ പണിയെടുത്തിരുന്നവരുമായി രാജ്യത്തിന് പുറത്തുള്ളവർ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പരിശോധന. കൊച്ചി NIA യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഹൈക്കോടതി. വിമർശനം നഗരസഭ, GCDA എന്നിവർക്ക്. ഈ മാസം 15-ന് മുമ്പ് പണികൾ തീർക്കണമെന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്നും കോടതി.
ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതി വിധി നാളെ. വിധി പറയുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച്. നിർദ്ദേശം സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്വത്ത് വിവരം ആവശ്യപ്പെട്ട ഹർജിയിൽ. കേരള കേബിൾ ടി വി ഫെഡറേഷൻ 9ാമത് ഓൾ ഇന്ത്യ എക്സ്പോ കോയമ്പത്തൂരിൽ നടക്കും. എക്സ്പോ ഈ മാസം 14 ആരംഭിക്കും. തമിഴ്നാട് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി SP വേലുമണി എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. എക്സിബിഷന്റെ മുഖ്യ ആകർഷണമായി ഓപ്പറേറ്റർമാർക്ക് സമഗ്ര ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനുള്ള പദ്ധതി. ചെന്നൈയിൽ കൊടിമരം വീണ സ്കൂട്ടർ യാത്രിക മരിച്ചു. അപകടം നടന്നത് ചെന്നൈ കോയമ്പത്തൂർ ദേശീയപാതയിൽ. സംഭവത്തിൽ മരിച്ചത് കോയമ്പത്തൂർ സ്വദേശി അനുരാധ രാജേശ്വരി. 8 തീവ്രവാദികൾക്കെതിരെ NIA ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. നടപടി ഗുവാഹത്തി ഗ്രനേഡ് കേസിൽ. പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് UAPA അടക്കമുള്ള വകുപ്പുകൾ. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതി പേരറിവാളനെ പരോളിൽ വിട്ടയച്ചു. പരോൾ കാലാവധി 30 ദിവസത്തേക്ക്. പരോൾ പിതാവിന്റെ മോശം ആരോഗ്യനിലയെ തുടർന്ന്. നെഹ്റു കുടുംബത്തിന്റെ സുരക്ഷ CRPF ഏറ്റെടുത്തു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വദ്ര എന്നിവർക്കാണ് ഇനി CRPF സുരക്ഷ. SPG സുരക്ഷ കേന്ദ്ര സർക്കാർ എടുത്തുമാറ്റിയത് കഴിഞ്ഞ ദിവസം. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ച കേസിൽ ഒളിവിലായിരുന്നയാൾ പിടിയിലായത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തിയിരുന്ന ജാവേദ് അലി. ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ബീഹാറിൽ ആളൊഴിഞ്ഞ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വൻ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. പിടികൂടിയവയിൽ വ്യത്യസ്ത വലുപ്പത്തിലുള്ള ബോംബുകളും. പരിശോധന ഛോട്ടി ബസാറിലെ വീട്ടിൽ. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ അയൽവീട്ടിൽ 7 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ. സംഭവത്തിൽ അയൽക്കാരനായ യുവാവ് കസ്റ്റഡിയിൽ. യുവതിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് ബന്ധു പീഡിപ്പിച്ചെന്ന് പരാതി. പീഡിപ്പിച്ചത് പരീക്ഷ എഴുതാനെത്തിയ യുവതിയെ. സംഭവം ഹരിയാനയിലെ ഗുരുഗ്രാമിൽ. അന്വേഷണം തുടങ്ങിയെന്ന് പോലീസ്. കാർത്തിക പൂർണിമയുടെ നിറവിൽ ഉത്തരേന്ത്യ. വിളക്കുകൾ തെളിയിച്ച് 10,000-ങ്ങൾ. പുണ്യസ്നാനത്തിനായി ഹരിദ്വാറിലും ഗംഗാതീരത്തും ഭക്തജനസാഗരം. പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ വൻ കള്ളപ്പണവേട്ട. പിടികൂടിയത് അനധികൃതമായി കടത്തിയ $1,38,000 പരിശോധന കാഞ്ചൻജംഗ എക്സ്പ്രസിൽ. സംഭവത്തിൽ 2 പേർ പിടിയിൽ. ബൊളീവിയൻ പ്രസിഡന്റ് ഇവോ മൊറാലസ് രാജിവെച്ചു. നടപടി വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന്. വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നതായി റിപ്പോർട്ട് ചെയ്തത് ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ്. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനം. രാഷ്ട്രീയ അഭയം നൽകാമെന്ന മെക്സിക്കോയുടെ വാഗ്ദാനം സ്വീകരിച്ച് രാജിവെച്ച ബൊളീവിയൻ പ്രസിഡന്റ് ഇവോ മൊറാലസ്. മെക്സിക്കൻ സർക്കാരിന്റെ വിമാനത്തിൽ മൊറാലിസ് യാത്ര തിരിച്ചെന്ന് വിദേശകാര്യമന്ത്രി മാർസലോ എബ്രാഡ്. സംഘർഷം അവസാനിക്കാതെ ബൊളീവിയ. ഓസ്ട്രേലിയയിൽ കാട്ടുതീ പടരുന്നു. ന്യൂ സൗത്ത് വെയിൽസിലും ക്വീൻസ്ലാൻഡിലും അടിയന്തരാവസ്ഥ. കാട്ടുതീക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനമെന്ന് അധികൃതർ. ഹോങ്കോങ്ങിൽ നടക്കുന്ന ജനാധിപത്യ സമരം അക്രമാസക്തം. പോലീസ് നടത്തിയ വെടിവെപ്പിൽ 2 പേർക്ക് പരിക്ക്. ഇന്നലെ പരിക്കേറ്റ 2 പേരിൽ ഒരാളുടെ നില ഗുരുതരം. 24 ആഴ്ചയായി ഹോങ്കോങ്ങിൽ നടക്കുന്ന പ്രതിഷേധത്തിനിടെ ഇതുവരെ വെടിയേറ്റത് 3 പേർക്ക്. ഹോങ്കോങ്ങിലെ പ്രതിഷേധക്കാർക്കെതിരെ ചീഫ് എക്സിക്യൂട്ടീവ് കാരി ലാം. പ്രതിഷേധക്കാർ ജനങ്ങളുടെ ശത്രുക്കളെന്ന് പരാമർശം. ഏറ്റവും അക്രമാസക്തമായ ദിനങ്ങളാണ് കടന്നുപോകുന്നതെന്ന് കാരി ലാം. മ്യാൻമറിലെ റോഹിംഗ്യൻ വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയ. മ്യാൻമർ സൈന്യം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ വിശദീകരിച്ച് സമർപ്പിച്ചത് 46 പേജുള്ള ഭീമഹർജി. വടക്കൻ സിറിയയിൽ കാർ ബോംബ് സ്ഫോടനങ്ങൾ. പൊട്ടിത്തെറിച്ചത് 3 കാർ ബോംബുകൾ. ഉത്തരവാദിത്തം ഏറ്റെടുത്ത IS ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 8 പേർ. 21 പേർക്ക് പരിക്കേറ്റു. ISൽ ചേർന്ന യുവതികളുടെ കുട്ടികളെ ഏറ്റെടുക്കാനൊരുങ്ങി നെതർലാൻഡ്. അമ്മമാർക്ക് പ്രവേശനം നൽകേണ്ടതില്ലെന്നും നെതർലാൻഡ് കോടതി. നടപടി തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് 23 യുവതികൾ നൽകിയ അപേക്ഷയിൽ.
മുൻ അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറിക്കും വൈറ്റ് ഹൌസ് മുൻ ചീഫിനുമെതിരെ ആരോപണങ്ങളുമായി US പ്രതിനിധി നിക്കി ഹാലെ. ഡൊണാൾഡ് ട്രംപിനെതിരായ അട്ടിമറി നീക്കത്തിൽ സഹായം തേടിയതായി ആരോപണം. വിവാദ പരാമർശങ്ങൾ ഹാലെയുടെ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് എന്ന പുസ്തകത്തിൽ. ഭരണഘടന തിരുത്തിയെഴുതാനുള്ള ചിലെ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ തള്ളി പ്രതിഷേധക്കാർ. തുല്യതയ്ക്കും നീതി നിഷേധത്തിനുമെതിരായ പ്രതിഷേധം തണുപ്പിക്കാനാണ് നടപടിയെന്ന ആരോപണം. പുതിയ ഭരണഘടനയിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. പോളണ്ടിൽ വൻ ജനകീയ പങ്കാളിത്തത്തോടെ ദേശീയ ദിനാഘോഷം. സ്വാതന്ത്ര്യദിന സന്ദേശം പരമ്പരാഗത മൂല്യങ്ങൾ സംരക്ഷിക്കാൻ. രാജ്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കി സ്വാതന്ത്ര്യദിന മാർച്ചിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. യുവതിയെ കൊന്ന് ബാഗിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിച്ച റഷ്യൻ ചരിത്ര ഗവേഷകൻ പിടിയിൽ. കൊലപാതകം വാക്കുതർക്കത്തെ തുടർന്ന് പിടിയിലായത് സെന്റ് പീറ്റേഴ്സ്ബർഗ് സർവകലാശാലയിലെ പ്രൊഫസർ ഒലെഗ് സൊക്കാലോവ്. കൊലപ്പെടുത്തിയത് 24-കാരിയായ കാമുകിയെ. UAE-യിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയ്ക്ക് കാരണം ക്ലൗഡ് സീഡിംഗ് എന്ന നിഗമനം. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച മഴമേഘ പദ്ധതി വിപുലമാക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വരും ദിവസങ്ങളിലും കനത്ത മഴ പ്രതീക്ഷിക്കുന്നതായി അധികൃതർ. സൗദിയിലെ റിയാദിൽ നൃത്തവേദിയിൽ ആക്രമണം നടത്തിയത് വേദിയിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന കലാകാരന്മാർക്ക് നേരെ. അക്രമി അറബ് വംശജനെന്ന സൂചന. 4 പേർക്ക് പരിക്ക്. പരാതി നൽകാൻ ആധുനിക സാങ്കേതിക വിദ്യയുമായി ദുബായ് മുറഖാബാദ് പോലീസ് സ്റ്റേഷൻ. സ്മാർട്ട് സ്റ്റേഷൻ വഴി ലഭിക്കുക 27 സേവനങ്ങൾ. പോലീസ് സ്റ്റേഷൻ കൂടുതൽ ജനകീയമാക്കാനും നടപടി. സൗദിയിൽ വിനോദ പരിപാടിയായ റിയാദ് സീസൺ ശ്രദ്ധേയമാകുന്നു. 3 ആഴ്ചയ്ക്കിടെ പരിപാടി ആസ്വദിക്കാനെത്തിയത് 56 ലക്ഷം സന്ദർശകർ. 3 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ മാറ്റുരയ്ക്കാൻ വിദേശ കലാകാരന്മാരും. വൈറ്റ് ഹെൽമറ്റ് സന്നദ്ധ സംഘടനാ സഹസ്ഥാപകനും വോളണ്ടിയറുമായ ജെയിംസ് ലീ മെസുരിയർ മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് തുർക്കിയിൽ. അന്വേഷണം ആരംഭിച്ചു. 1.5 ലക്ഷത്തിലധികം BSNL ജീവനക്കാർ VRS വാങ്ങി പിരിഞ്ഞു പോകുമെന്ന് വിലയിരുത്തൽ. നിലവിൽ അപേക്ഷ നൽകിയത് 70,000 ജീവനക്കാർ. VRS വഴി പ്രതിവർഷം 7,000 കോടി രൂപ ലാഭിക്കാമെന്ന് കണക്കുകൂട്ടൽ. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിധി ഉയർത്താൻ സർക്കാർ ആലോചന. ഒരു നിക്ഷേപകന് 2 ലക്ഷം വരെയുള്ള നിക്ഷേപത്തിന് പരിരക്ഷ നൽകും. മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപത്തിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തും. രാജ്യത്ത് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപത്തിൽ വർധനവ്. നവംബർ ആദ്യ ആഴ്ചയിൽ മാത്രം നിക്ഷേപിച്ചത് 12,000 കോടി. പുതിയ കണക്ക് പ്രകാരം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ നവംബറിൽ നിക്ഷേപിച്ചത് 6,433.8 കോടി ഓഹരികളിൽ. ഉത്സവ സീസണിലും പച്ച പിടിക്കാതെ വാഹന വിപണി. കുറവ് രേഖപ്പെടുത്തിയത് 12.7%. വിപണിയിലെ പിന്നോട്ടടിക്ക് കാരണം സമ്പദ് വ്യവസ്ഥയുടെ തളർച്ചയെന്ന് വിലയിരുത്തൽ. ഇന്ത്യ ചൈന ബിസിനസ് ഫോറം മീറ്റിംഗ് ഇന്ത്യ മുടക്കി. യോഗത്തിൽ പങ്കെടുക്കേണ്ട 70 അംഗ ചൈനീസ് സംഘത്തിന് ഇന്ത്യ വിസ നൽകിയില്ല. നീക്കം RCEP കരാറിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെ. വനിതാ ഒളിമ്പിക്സ് ഏഷ്യ ഓഷ്യാന വിഭാഗം യോഗ്യതാ മത്സരത്തിനുള്ള ഇന്ത്യൻ വനിതാ ബാസ്കറ്റ്ബോൾ ടീമിൽ 5 മലയാളികൾ. പ്രഖ്യാപിച്ചത് 12 അംഗ ടീമിനെ സ്റ്റെഫി നിക്സൺ, PS ജീന, PG അഞ്ജന, അനീഷ ക്ലീറ്റസ്, ശ്രുതി അരവിന്ദ് എന്നിവർ ടീമിൽ ഇടം പിടിച്ചു. കോപ്പ അമേരിക്കയ്ക്കായുള്ള പുതിയ ജേഴ്സി പുറത്തിറക്കിയ അർജന്റീന ദേശീയ ടീം. ജേഴ്സി ഡിസൈൻ ചെയ്തത് പ്രമുഖ സ്പോർട്സ് വെയർ ബ്രാൻഡായ അഡിഡാസ്. ഓൺലൈൻ സ്റ്റോറുകളിൽ ജേഴ്സികളുടെ വിൽപ്പന തുടങ്ങി. ATP ഫൈനൽസിൽ സ്വിസ് താരം റോജർ ഫെഡറർക്ക് തോൽവി. 5ാം റാങ്കുകാരനായ ഓസ്ട്രിയയുടെ ഡൊമിനിക് തീം 3ാം റാങ്കുകാരനായ ഫെഡററെ തോൽപ്പിച്ചത് 7-5, 7-5 എന്ന സ്കോറിന്. ഇന്ത്യൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ് ഡബിൾസ് റാങ്കിങ്ങിൽ 100-ന് താഴേക്ക്. 19 വർഷത്തിനു ശേഷം ആദ്യമായാണ് പേസ് 100 റാങ്കിന് പുറത്താകുന്നത്. നിലവിൽ 101ാം റാങ്കിലാണ് ലിയാൻഡർ പേസ്. സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നിലനിർത്തി കോഴിക്കോട്. ഫൈനലിൽ തോൽപ്പിച്ചത് എറണാകുളത്തെ. പെൺകുട്ടികളിൽ പത്തനംതിട്ട ജേതാക്കൾ.
സെയ്ദ് മുഷ്താഖ് അലി ട്വന്റി ക്രിക്കറ്റ് ട്രോഫിയിൽ കേരളത്തിന് ആദ്യ ജയം. ത്രിപുരയെ കീഴടക്കിയത് 14 റൺസിന്. കേരളം ജയം പിടിച്ചത് അർദ്ധ സെഞ്ചുറി നേടിയ സച്ചിൻ ബേബിയുടെ മികവിൽ. ഇനി ജില്ലാ വാർത്തകൾ. പരിശീലനം ആരംഭിച്ച് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെർച്വൽ കേഡർ. പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് സീഡ്സ് ഇന്ത്യ എന്ന സർക്കാരിതര സ്ഥാപനത്തിലെ വിദഗ്ധർ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടി ഡോക്ടർ വേണു ബി IAS ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടു. പൊട്ടിയത് കവടിയാർ ഉൾപ്പെടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ വിതരണം പുനഃസ്ഥാപിക്കാനാവുന്ന പ്രതീക്ഷയിലാണ് ജല അതോറിറ്റി. തിരുവനന്തപുരം കരമനയിൽ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥൻ ശിവാനന്ദൻ മരിച്ചു. 88 വയസ്സായിരുന്നു. മുൻ ഇന്ത്യൻ ലോ കമ്മീഷൻ അംഗവും ന്യൂഡൽഹി ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസറുമായ S ശിവകുമാറിന്റെ പിതാവാണ്. സംസ്കാരം നാളെ രാവിലെ 10-ന്. തിരുവനന്തപുരത്ത് KSRTC കൺസെഷൻ അപേക്ഷിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് അമിത തുക ഈടാക്കിയതായി റിപ്പോർട്ട് സമർപ്പിച്ചത് വിജിലൻസ് വിഭാഗം. 2 ഉദ്യോഗസ്ഥരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയെങ്കിലും നടപടിയില്ല. സപ്ലൈകോയിൽ വൻ വെട്ടിപ്പ്. വലിയതുറ ഗോഡൌണിലേക്കുള്ള 700 ചാക്ക് പഞ്ചസാര മറിച്ചു കടത്തി ആന്ധ്ര വിതരണ ഏജൻസി. സപ്ലൈകോ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേടിനായി വ്യാജരേഖ ഉണ്ടാക്കിയെന്നും കണ്ടെത്തൽ. കൊല്ലം ചടയമംഗലത്ത് ആംബുലൻസും കാറും കൂട്ടിയിടിച്ച 5 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കൊട്ടാരക്കര വിജയാസ് ആശുപത്രിയിൽ നിന്ന് പോയ ആംബുലൻസ്. പരിക്കേറ്റവർ വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കൊല്ലത്ത് വീടുകൾ കുത്തിത്തുറന്ന് മോഷണം. മുഖത്തലയിലും ഇരവിപുരത്തുമാണ് മോഷണം നടന്നത്. 2 വീടുകളിൽ നിന്നും സ്വർണവും പണവും നഷ്ടമായി. ഇരവിപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം പിടികൂടി. സംഭവത്തിൽ മലപ്പുറം സ്വദേശി അൻവർ സാദത്ത് അറസ്റ്റിൽ. പിടികൂടിയത് വിപണിയിൽ 30 ലക്ഷം രൂപ വില വരുന്ന സ്വർണം. ശബരിമല തീർത്ഥാടനത്തിന് സുരക്ഷ ശക്തമാക്കി പോലീസ്. പരിസര പ്രദേശങ്ങളിൽ സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിച്ച സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. സുരക്ഷാ ക്രമീകരണത്തിന്റെ ചീഫ് കോർഡിനേറ്ററായി ADGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സെഞ്ചുറി കൊച്ചുമോൻ എന്നറിയപ്പെടുന്ന രാജു മാത്യു അന്തരിച്ചു. മുതിർന്ന സിനിമാ താരവും സെഞ്ചുറി ഫിലിംസിന്റെ അമരക്കാരനുമാണ്. ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റായിരുന്നു. കോട്ടയത്തായിരുന്നു അന്ത്യം. ആലപ്പുഴ ചെങ്ങന്നൂരിൽ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതികൾ ബംഗ്ലാദേശ് സ്വദേശികളെന്ന് പോലീസ്. കൊല്ലപ്പെട്ടത് ആഞ്ഞിലിമുട്ടിൽ AP ചെറിയാൻ, ഭാര്യ ലില്ലിക്കുട്ടി എന്നിവർ. മോഷണശ്രമമെന്ന സംശയം. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ട് പോലീസ്. കൊയ്ത്തിയന്ത്രമില്ലാത്തതിനാൽ അപ്പർ കുട്ടനാട്ടിൽ നെൽകർഷകർ വിളവ് ഉപേക്ഷിക്കുന്നു. കൊയ്യാനാകാതെ നശിക്കുന്നത് 1000 ഏക്കറിലെ നെല്ല്. കർഷകരുടെ ദുരവസ്ഥ. കുട്ടനാട് പാക്കേജിൽ വാങ്ങിയ 50-ലധികം കൊയ്ത്തിയന്ത്രങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ. ഇടുക്കി മൂന്നാർ ലാക്കാട് ഗ്യാപ്പ് റോഡിൽ നാളെ NIT പരിശോധന തുടർച്ചയായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ. മണ്ണിടിച്ചിലിൽ ധനുഷ്കോടി ദേശീയപാത നവീകരണത്തിനായി പാറ പൊട്ടിച്ചതിന് പിന്നാലെ. വാഗമണ്ണിൽ കരിങ്കൽ ക്വാറികൾക്ക് അനുമതി നൽകിയതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പാറഖനനത്തിന് അനുമതി നൽകിയത് പരിസ്ഥിതി പ്രാധാന്യമുള്ള തവളപ്പാറ മലയിൽ. ക്വാറിക്കുള്ള അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മലസംരക്ഷണ സമിതി സമരത്തിന്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തിയത് 9 mm വലിപ്പമുള്ള വെടിയുണ്ട ദേവസ്വം ഓഫീസിലേക്ക് മാറ്റി. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന് ഡിസംബർ 31-നകം അന്തിമ രൂപരേഖയാകുമെന്ന് ജില്ലാ കളക്ടർ S സുഹാസ്. ലക്ഷ്യം 90 ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കൽ. കൊച്ചിയിലെ പദ്ധതി തിരുവനന്തപുരത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ അനന്തയുടെ മാതൃകയിൽ. എക്സ്പ്ലോറിംഗ് ഇന്ത്യ പരിപാടിയുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസ ശാക്തീകരണ യാത്രയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ ഫ്ളാഗ് ഓഫ്. പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. 120 വിദ്യാർത്ഥികളടങ്ങിയ സംഘം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും സന്ദർശിക്കും. എറണാകുളം ജില്ലാ കായികമേളയിൽ കോതമംഗലം സബ് ജില്ലാ ചാമ്പ്യന്മാർ. കിരീടം സ്വന്തമാക്കിയത് മാർബേസിലിന്റെ മികവിൽ. മാർബേസിൽ കിരീടം സ്വന്തമാക്കിയത് 277 പോയിന്റ് നേടിക്കൊണ്ട്.
കിഴക്കമ്പലം വെങ്ങോല പഞ്ചായത്തുകളിലെ ക്വാറികൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഡിസംബർ 6-നകം പരിശോധന പൂർത്തിയാക്കണം. പരിശോധന നടത്തേണ്ടത് മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറും ജില്ലാ ജിയോളജിസ്റ്റും. നടപടി വിലങ്ങ് സ്വദേശി മേരിയ സമർപ്പിച്ച ഹർജിയിൽ. തൃശൂർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി LDF-ൽ തർക്കം. പ്രസിഡന്റ് സ്ഥാനം വിട്ടു നൽകാതെ CPIM. നിലപാടിൽ പ്രതിഷേധിച്ച CPI അംഗങ്ങൾ സ്ഥാനങ്ങൾ രാജിവെച്ചു. മൊറയൂർ ഒഴുകൂർ എക്കാപ്പറമ്പ് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനാൽ. നവീകരണം പൂർത്തിയാകുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് അധികൃതർ. തിരൂരിൽ പ്രളയബാധിതർക്കായി വാരിയർ ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽ കൈമാറി. വീടുകൾ നിർമ്മിച്ചത് പ്രളയത്തെ അതിജീവിക്കുന്ന പ്രീഫാബ്രിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്. വീട് വയ്ക്കാൻ 2.5 ഏക്കർ സ്ഥലം സംഭാവന ചെയ്തത് കണക്കയിൽ നാസർ മാനു. മലപ്പുറം ജില്ലയിലെ ഉത്സവങ്ങളിൽ നാട്ടാനകളെ എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണം. നിർദ്ദേശം കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. വിലക്ക് രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ. ഉത്സവം നടത്തുന്നതിനുള്ള അപേക്ഷ 3 ദിവസം മുമ്പേ കമ്മിറ്റിക്ക് നൽകണമെന്നും നിർദ്ദേശം. അംഗപരിമിതർക്കായി നിർമ്മിച്ച വീൽചെയറിലൂടെ ശ്രദ്ധ നേടി മഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. മൊബൈൽ വഴി ചലിപ്പിക്കാവുന്ന പ്രത്യേക വീൽചെയർ നിർമ്മിച്ചത് വിദ്യാർത്ഥികളായ മുഹമ്മദ് ഫൈസലും മുഹമ്മദ് സിയാദും. പെരിന്തൽമണ്ണ നഗരസഭയുടെ ആധുനിക ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. പദ്ധതി നടപ്പാക്കുന്നത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. നിർമ്മാണ ചുമതല സർക്കാർ അംഗീകൃത ഏജൻസിയായ FACT RCF-ന്. പ്രീഫാബ് സ്ലാബുകൾ ഉപയോഗിച്ച് 6 മാസത്തിനകം നിർമ്മാണം. പാലക്കാട് ക്രിസ്റ്റൽ മെത്തും ആഫ്രിക്കൻ ഹെമ്പുമായി യുവാവ് അറസ്റ്റിലായത് തൃശൂർ കുന്നംകുളം സ്വദേശി അഭിജിത്ത്. എക്സൈസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് 2 ഗ്രാം ക്രിസ്റ്റൽ മെത്തും 200 ഗ്രാം ആഫ്രിക്കൻ ഹെമ്പും. സപ്ലൈകോയുടെ നെല്ല് സംഭരണം വൈകുന്നതായി കർഷകർ. പരാതിയുമായി രംഗത്തെത്തിയത് ആലത്തൂർ, ചിറ്റൂർ, കുഴൽമന്ദം എന്നിവിടങ്ങളിലെ കർഷകർ. നോക്കുകൂലി തർക്കമുണ്ടെന്നും കർഷകർ. സംഭരണത്തിനുള്ളത് 18 പാടശേഖരങ്ങളിലെ 5000 ലോഡ് നെല്ല്. കോഴിക്കോട് കുന്നമംഗലത്ത് യുവതിയും മകനും കിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് കൊല്ലാറമ്പത്ത് രഗുലേഷിന്റെ ഭാര്യ നിജിനയും 9 മാസം പ്രായമായ മകൻ റൂസ് വിജിനും. ചരിത്രപ്രസിദ്ധമായ കോഴിക്കോട് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നു. നടപടി കോഴിക്കോട് കോർപ്പറേഷന്റേത്. ലക്ഷ്യം ആധുനിക രീതിയിലുള്ള പഴം പച്ചക്കറി മാർക്കറ്റ് നിർമ്മിക്കാൻ. കോഴിക്കോട് കുന്നമംഗലത്ത് മഹാശിലായുഗത്തിലെ നന്നങ്ങാടികൾ. പിലാശ്ശേരിയിലെ കോയക്കാട് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ നിന്നാണ് മൺപാത്രങ്ങളും ഇരുമ്പായുധങ്ങളും ലഭിച്ചത്. വയനാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. മേള നാളെ മുതൽ നവംബർ 17 വരെ വടിവഞ്ചാൽ GHSS-ൽ. സ്റ്റേജിതര മത്സരങ്ങൾ നവംബർ 13, 14 തീയതികളിൽ നടക്കും. തീവ്രയത്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വയനാട് ജില്ലാതല ബൈക്ക് റാലിയും ബോധവൽക്കരണ യജ്ഞവും സംഘടിപ്പിച്ചു. റാലിക്ക് നേതൃത്വം നൽകിയത് ജില്ലാ എക്സൈസ് വകുപ്പ്. വയനാട്ടിൽ പ്രളയാനന്തര പുനരധിവാസത്തിന് പ്രഥമ പരിഗണനയെന്ന് കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള. പുത്തുമലയും കുറിച്യർമലയും വെല്ലുവിളി. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാത്ത വികസനത്തിലൂടെ വയനാടിനെ മുൻപന്തിയിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് അദീല അബ്ദുള്ള 24-നോട്. സുൽത്താൻ ബത്തേരിയിൽ KSRTC ജീവനക്കാർ അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിൽ. സമരത്തിന് എല്ലാ യൂണിയനുകളിലെയും തൊഴിലാളികളുടെ പിന്തുണ. സമരം പുരോഗമിക്കുന്നത് ബസ് സർവീസുകളെ ബാധിക്കാത്ത തരത്തിൽ. അയോധ്യ വിധിയിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ പ്രകടനം നടത്തിയ SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തത് 200 പേർക്കെതിരെ. പ്രകടനം നടത്തിയത് പോലീസ് നിർദ്ദേശം മറികടന്ന്. കാസർഗോഡ് ബേഡടിക്കയിൽ 7ാം ക്ലാസ്സുകാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഇന്നലെ മൃതദേഹം കണ്ടെത്തിയത് കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. യാത്രക്കാർക്ക് തലവേദനയായി നീലേശ്വരം പാലത്തിൽ ഗതാഗതക്കുരുക്ക്. ഗതാഗത തടസ്സം കാസർഗോഡ് കണ്ണൂർ ദേശീയപാതയിലെ റോഡ് തകർന്നതോടെ. കാസർഗോഡ് ചെന്നിക്കരയിലെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു. സംസ്കരിക്കാതെ കിടക്കുന്നത് ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ. നോക്കാം ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്.
പുതിയ ആനിമേറ്റഡ് ചിത്രം സ്കൂബിന്റെ ആദ്യ ട്രെയിലർ പുറത്ത്. നിർമ്മാണം വാർണർ ബ്രോസ് പിക്ചേഴ്സ്. സ്കൂബി ഡു ലൈവ് ആക്ഷൻ ഫിലിമുകളിലെ അഭിനേതാക്കൾ സ്കൂബിൽ അഭിനയിക്കുകയോ ശബ്ദം നൽകുകയോ ചെയ്തിട്ടില്ലെന്നത് ശ്രദ്ധേയം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച സിനിമാ ബന്ദ് പ്രഖ്യാപിച്ചു. ബന്ദ് നടത്തുന്നത് അധിക വിനോദ നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച സിനിമാ ചിത്രീകരണം നിർത്തിവെക്കും. പുതിയ പോസ്റ്റർ പുറത്തുവിട്ട സംഘത്തമിഴൻ. വിജയ് സേതുപതിയെ നായകനാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് രാശി ഖന്നയാണ്. നവംബർ 15-ന് ചിത്രം പ്രദർശനത്തിലെത്തും. സിനിമയിൽ ദമ്പതികളാകാൻ CPI നേതാവ് പന്ന്യൻ രവീന്ദ്രനും ആദിവാസി നേതാവ് CK ജാനുവും പസീന എന്ന ചിത്രത്തിലാണ് ഇരുവരും ഒന്നിക്കുന്നത്. സമകാലിക പ്രസക്തിയുള്ള ചിത്രം സംവിധാനം ചെയ്യുന്നത് കണ്ണൂർ ചിറക്കൽ സ്വദേശി രാജൻ കുടുവൻ. സോണി പിക്ചേഴ്സ് എന്റർടൈൻമെന്റ് ഒരുക്കുന്ന ഫാന്റസി ഐലൻഡിന്റെ ട്രെയിലർ പുറത്ത്. ജെഫ് വാലോ ആണ് സംവിധായകൻ. ജീൻ ലെവിറ്റ് സൃഷ്ടിച്ച ടെലിവിഷൻ സീരീസിനെ അടിസ്ഥാനമാക്കിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. Oh my God, that's really her. Work. This is not what I meant. What the hell is this? 100 ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.